Welcome to Superstar Junior, powered by Nirabara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. സോ നമ്മുടെ ആദ്യം ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. Vijay Chetta, സുജാത ചേച്ചി, Stephen Chetta, and നമ്മുടെ ഫാമിലി പുലികൾ സ്റ്റാർ ഓർക്കസ്ട്ര. So Rajat, നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ? തീർച്ചയായും എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് മുതൽ വീണ്ടും ബാക്ക് ഓൺ ട്രാക്ക് ആണ്. Yes, with കാരണം our കഴിഞ്ഞ own കുറേ family. എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ വളരെ എന്താ പറയുക വയലിൻ സ്പെഷ്യൽ എപ്പിസോഡ്സ് ആയിരുന്നു. ഒരുപാട് മനോഹരമായിട്ടുള്ള വയലിൻ ഒരുപാട് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. മെമ്മറബിൾ ആയിട്ടുള്ള വളരെ നൊസ്റ്റാലജിക് ആയിട്ടുള്ള കുറേ സോങ്സും എല്ലാം നമ്മുടെ കണ്ടസ്റ്റൻസിനും കൊച്ചിൻ സ്ട്രിങ്സും എല്ലാം കൂടി നമ്മൾ കേട്ടു. സോ വി ആർ ബാക്ക് ഓൺ ട്രാക്ക് വിത്ത് all type of songs again. Yes, so നമ്മുടെ first contestant ഭാവന. ഭാവന. ഭാവനക്കുട്ടി, ഇതെന്താണ്? കൂടെ മുല്ലപ്പൂ മറ്റേ എന്താ പറയാ, എനിക്ക് മുല്ലപ്പൂന്റെ ഒക്കെ മണം മൊത്തം കണ്ടിട്ട് എന്താ പറയാ, ഒരു ഡാൻസിന്റെ ഒക്കെ ഒരു ഇത്. ഡാൻസിന്റെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതൊരു തമിഴ് കൾച്ചറാണ് എന്തായാലും. അതെ അല്ലേ? എനിക്ക് വയ്യ, ഞാൻ ഇതാണൊന്നും ഗസ് ചെയ്യാത്തത്. ഏതാണ്? നമുക്ക് റൗണ്ട് നോക്കണ്ടേ? തമിഴ് റൗണ്ട് ആയിരിക്കോ? നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? കോമിക് റൗണ്ട്. കോമിക് റൗണ്ട്. ഫുൾ കോമഡി മയമായിരിക്കും ഇവിടെ. ആണോ? കൊറേ തമാശക്ക് ഉണ്ടാവും. ഞങ്ങൾ ചിരിച്ചിരിച്ച് മരിക്കോ? നോക്കാം. അങ്ങനെ ഒരുപാട് മറ്റേ എന്താ പറയാ ചിരിച്ച് നമ്മളെ ചിരിപ്പിക്കണമെങ്കിൽ അഞ്ജലി ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ നല്ല കോമഡി മാറും. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. പാട്ട് ഏതാണ്? ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ലേ? പാട്ട് ഏതാണ്? ഏത് പാട്ടാ മോളെ? ആവേശൻമുഖിന്റെ മൂവിലെ റുക്കു റുക്കു റുക്കു. ആഹാ, അടിപൊളിയാണ്. അപ്പൊ അവേശൻമുഖിനി പറയുമ്പോ തന്നെ എന്താ പറയാ കോമഡിയുടെ ഒരു എലമെന്റ്സ് നമുക്ക് മനസ്സിലായി. സോ സുജാത ചേച്ചി പാടിയ പാട്ടാണ്. സുജാത ചേച്ചിയും കമൽ സാറും ഒരുമിച്ച് പാടിയ പാട്ടാണ്. അപ്പോ തകർക്കൂ. യെസ്, തകർക്കൂ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. റുക്കു 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 അരെ ബാബा റുക്കു ഓ മൈ ജാനു ഗിവ് മീ എ ലുക്കു റുക്കു 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 അരെ ബാബा റുക്കു ഓ മൈ ജാനു ഗിവ് മീ എ ലുക്കു റുക്കു റുക്കു റുക്കു. ഓഹോ ഭേഷ്. दिल मेरा तड़पे तेरे लिए ये दिल मेरा तड़पे तेरे लिए ये पूसा तेरा वल्ला वल्ला नगरे तेरा वो फू 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 रुको रुको रुको. मम्मी നമ്പി നീ തുറുമ്പിലും നിറുപ്പാണ്ടി നമ്പിയവ നെഞ്ചിൽ നിൽപ്പാണ്ടി കുങ്കുമത്ത വപ്പാണ്ടി കൊഞ്ചി കൊഞ്ചി നിർപ്പാണ്ടി കൊണ്ടവൻ പോൽ തുണയരടി കൂസൽകൾ വന്നാൽ don't be angry കുറുമയെ காத்தால் வாழ்க்கை ஜாங்கிரி நல்ல குடும்பம் தான் ஒரு கோவில் என்றும் தெய்வீகம் வைபோகம் கொண்டாடும் இடமல்லவா. ஹஸ்பண்ட் தான் போயாச்சு சஸ்பெண்ட் தான் ஆயாச்சு ஊரறியும் ஏன் கேசுதா பட்டதெல்லாம் பட்டாச்சு கண்ணீர் ரொம்ப விட்டாச்சு ஆயிடத்து டைவோர்ஸ் தான் திருமண வாழ்க்கை டோட்டல் வேஸ்ட் எனக்கு அதில் இனிமே இல்லை டேஸ்ட். ரொம்ப பிடிச்சது அப்பம் வீடு என்றும் உல்லாசம் உற்சாகம் உண்டாகும் இடமல்லவா.
மாது தலைவனே ஒதுக்கு தல்பவரு நெடுங்காலம் நிழல்தத உனக்கெது சுவரு 1000 காலம் பயிராய் விளைந்தது அறுவடையாகி நேற்றே முடிந்தது சோகத்தில் உண்டாச்சு கோபம் அந்த கோபத்தில் யாருக்கு லாபம் யார் என்ன சொன்னாலும் டோன்ட் கேர் நான் குண்டுக்குள் சிக்காத ஃப்ரீ பேர்ட் அடி போக போக மாமி பேச்ச புரியும் ருக்கு 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 அரே பாபா ருக்கு ஓ மை ஜானு கிவ் மீ எ லுக்கு ருக்கு 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 தூணுக்குள்ளும் இருப்பி துரும்பிலும் இருப்பாண்டி நம்பியவ நெஞ்சில் நிற்பாண்டி குங்குமத்தை வப்பாண்டி கொஞ்சி கொஞ்சி நிற்பாண்டி கொண்டவன் போல் துணையடி கூசல்கள் வந்தால் தோண்டி குறுமையை காத்தால் வாழ்க்கை ஜாங்கிரி நல்ல குடும்பம் தான் ஒரு கோவில் என்றும் தெய்வீக வைபோகம் கொண்டாடும் இடமல்லவா அரே பாபா ருக்கு ஓ மை ஜானோ கிவ் மீ எ லுக்கு ருக்கு 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 சூப்பர் ഭാവന അവസാനത്തെ ഡാൻസ് ഒക്കെ എന്തായിരുന്നു? അവിടെ ഡാൻസ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് സോറി. അവിടെ ഡാൻസ് ചെയ്തോ? നിന്റെ മാല എടുത്തോണ്ട് പോയവര്? നിനക്ക് സന്തോഷമായില്ല അതൊക്കെ? പിന്നെ ഓഹോ, രാവിലെ ഒരു മസാജ് കിട്ടിയില്ല. രഞ്ജു കുട്ടികളെ, രഞ്ജു once more please. നിനക്ക് അവിടെ നിൽക്കണോ ഇവിടെ വരണോ? Thank you. നിനക്ക് അവിടെ നിൽക്കണോ ഇവിടെ വരണോ? ഇപ്പൊ ചോദിക്കാം ഞാൻ. രജു, ഇവിടെ മതി. രജു അവിടെ എന്താ അവിടെ? ഹലോ, ഇന്ത്യൻ ഓർ ഫോറിൻ എന്താ വേണ്ടത്? ഈശ്വര. താങ്ക് യു സോ മച്ച് ലേഡീസ്. താങ്ക് യു സോ മച്ച്. അങ്ങോട്ട് പോയിക്കോളൂ ലേഡീസ് എല്ലാവരും താങ്ക് യു സോ മച്ച്. ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ല. അങ്ങോട്ടെന്ന് വെച്ചാ അല്ല, ആദ്യം തന്നെ എന്തായാലും ഒരു വലിയ കൈയടി for the dancers. A big round of applause for all our dancers. And wonderful job. And ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് കൊണ്ടുവന്നതിന് സജിനേച്ചി and the whole team, thank you so much. Thank you. And പ്രത്യേകിച്ച് എക്സ്ട്രാ ഇവിടെ മസാജ് കിട്ടിയതിനും അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും ആ സ്നേഹത്തിന് ഞാൻ കടപ്പെട്ടവനാണ്. എപ്പോഴും അങ്ങനത്തെ ഡാൻസിന് പോരട്ടെ. ഇനി അടുത്ത ഡാൻസിൽ വേണമെങ്കിൽ ചെക്കന്മാർക്ക് കുറച്ചൊരു ശക്തി ഉണ്ടല്ലോ, അവരുടെ മസാജ് ആവാം. ഇത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സജിനേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ജഡ്ജസിന് മാത്രമായി ഇങ്ങനത്തെ മസാജുകൾ കൊടുക്കരുത്. ആങ്കേഴ്സും ഇവിടെ ഉണ്ട്, ഫ്രീ ആണ്. ചേച്ചിക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്ന എല്ലാ പാട്ടുകളും കേൾക്കുന്ന ജഡ്ജസിന്റെ വിഷമം ആൻഡ് ടെൻഷൻ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അവിടെ വെറുതെ ബാക്കിൽ പോയിരുന്ന ചായ ഒക്കെ കുടിച്ച് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് കമന്റ് അടിച്ചിട്ട് പോകണം. അതിലേയും വലിയ ടെൻഷൻ. ശരി, ഓക്കെ, നമുക്ക് എന്തായാലും I think dancers can go. Thank you so much. Thank you so much for giving us wonderful support. It was amazing. Thank you. Thank you. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് Yes. പാടിയ ആളിനെ എടുത്ത് വരാം. എന്താ കുട്ടി? ഒന്നുമില്ലേ? എന്താ പറ്റി ഇന്ന്? എന്ത് പറ്റി ഇന്നെന്ന്?
അത് കെയർലെസ് ആയി ശരിക്കും പറഞ്ഞ. സീരിയസ് ആയിട്ട് പറയല കേട്ടോ, പക്ഷെ ശരിക്കും കെയർലെസ് ആയി. എന്തു പറ്റി അവിടെ ഇവിടെ ഓരോരോ സ്ഥലത്തൊക്കെ 2-3 സ്ഥലത്ത് മിസ് ചെയ്തു. നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്ക് എന്തായിരിക്കും എന്നറിയാം? നന്നായിട്ട് പാടി, അസലായിട്ട് പാടി, ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാടി. അതെന്ന് വെച്ചാൽ 2 വോയിസ് ഉള്ളതാണ്. ഒന്ന് സുജാത ചേച്ചി പാടിയത് തന്നെയാണ്, പിന്നെ ഉള്ളത് കമൽ സാർ തന്നെ പാടിയത് അല്ലേ. അത് ഭയങ്കരമായിട്ട് പാടി. പക്ഷെ നീ ചെയ്ത ഒരു 3-4 സ്ഥലത്ത് മിസ് ചെയ്തതും മിസ്റ്റേക്സ് വന്നത് കാരണം മാത്രം വെറുതെ ഒരു സൂപ്പർ പെർഫോമൻസ്, ഒരു ഗുഡ് പെർഫോമൻസ് ആയി. പാടി നന്നായിട്ട്, ഓക്കെ. ഇനി അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. യു ഹാവ് ടു കോൺസെൻട്രേറ്റ്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് മോള്. പെർഫോമൻസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. 2 അത് മിസ് ചെയ്ത് വിട്ടേക്ക്, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ യു ആർ സിംഗിങ്, അപ്പോൾ യു ആർ ഫുള്ളി സിംഗ്. അത് വിട്ടേക്ക്. അവർ ഫോളോ ചെയ്തോളൂ. അവർ പിടിച്ച് അവർ ദേ കമ്മിങ് അലോങ് വിത്ത് യു, ദേ നോട്ട് ഡൂയിങ് എനിത്തിങ്. നോ, അവർ നിർത്താൻ പറഞ്ഞാൽ ഓക്കെ ഫൈൻ. നോ, യു മിസ്ഡ് ഇറ്റ് അല്ലേ. അതാ എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞ മനസ്സിലായി, അത് പറ്റിപ്പോയി എന്നുള്ളത് മനസ്സിലായി. യു ഹാവ് ടു ജസ്റ്റ് കീപ് സിംഗിങ്, ഓക്കെ. പിന്നെ അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് പോയത് കൊണ്ടാണ് പിന്നെ ലാസ്റ്റിലും പിന്നെ അതുപോലെ മിസ്സായത് ഒരു സ്ഥലത്ത്. ഒരു റുക്ക് വിട്ടു. അരേ ബാബ അരേ ബാബയെന്നാ തുടങ്ങിയത് ലാസ്റ്റ്. ലാസ്റ്റ് അത് അവര് പാടണ്ടായിരുന്നു, ഒരു പാടിയില്ല. അത് ശരി, ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നല്ല കോറസ്, വെരി ഗുഡ്, അറ്റൻറ്റീവ്, താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ട് ഒറിജിനലി പാടിയ സുജാത ചേച്ചിയോട് തന്നെ ചോദിക്കാം. സുജാത ചേച്ചി ആദ്യം വേണമെങ്കിൽ ഫസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസും പറയാം ഈ പാട്ടിന്റെ ഒരു കമൽ സാർ ആയിട്ടുള്ള ഒരു പാട്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആദ്യം മോള് പാടിയതിന് തന്നെ പറയാം. മോള് അസാധ്യം എന്ന് വെച്ചാൽ അസാധ്യമായിട്ട് പാടി. ശരിക്കും ടു ഗുഡ് ഇറ്റ് വാസ്. ആക്ച്വലി ഇറ്റ് റിക്വയർഡ് ഒരു 9.5 ആണ് മാർക്ക് കിട്ടേണ്ടിയിരുന്നത്. അത്രയും അസലായിട്ട് പാടി. പക്ഷെ കുറേ തെറ്റുകൾ വന്നു. മോള് ഡിസ്റ്റർബ്ഡ് ആയി ആ സ്ഥലത്ത്. പക്ഷെ ആ മേലേക്ക് എന്ത് ഈസി ആയിട്ട് പോയ സെക്കൻഡ് ഇത് മാത്രം ഭയങ്കര മേലെ. പക്ഷെ ഞാൻ എങ്ങനെ പാടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് അത്രയും പാടിയല്ലോ ദൈവമേ, നന്ദി അത്രയും പാടിച്ചതിന് ആ സമയത്തൊക്കെ. ഇത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കമൽ സാർ തന്നെയാണ് ഈ സിനിമയിൽ ആക്ച്വലി ഇതിൽ തന്നെയാണ് ആ കാതല ആ പാട്ടും സുജാത പാടണം എന്ന് പറഞ്ഞിരുന്നത് കമൽ സാർ തന്നെയാണ്. ദേവാ സാർ ഞങ്ങളുടെ വിജയ് ടി വിയിൽ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ഈ പാട്ട് പാടിയേ. അത് അദ്ദേഹത്തിൻ്റെ വോയിസ് എന്തോ ശ്രീധർ അവിടെയാണ് റെക്കോർഡ് ചെയ്തത്, മീഡിയ ആർട്ടിസ്റ്റിൽ. വോയിസ് എന്തോ അവർ ചെയ്തിട്ടുണ്ട്, സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്, അത് സ്പീഡ് കൂട്ടിയിട്ടോ അങ്ങനെ എന്തോ ഒരു ശ്രുതി സ്ലോ ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ. പക്ഷെ എന്താ കമൽഹാസൻ്റെ എക്സ്പ്രഷൻസ്, അത് കേട്ടിട്ട് നമ്മൾ തിരിച്ച് പാടുമായിരുന്നു. ഇത് ശരിക്കും ഒരു ആക്ടിങ് ആണ് ഈ പാട്ട്. അപ്പോൾ ഞാൻ സീനും കണ്ടിട്ടുണ്ടോ? എന്ത് രസറിയാം. KS രവികുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. KS രവികുമാറിൻ്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ KS രവികുമാർ എന്ന് വെച്ചാൽ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. വന്നിരിക്കും നമ്മുടെ കൂടെ നിന്ന്. അങ്ങേരും ഭയങ്കര ആക്ഷൻസ് ആണ് പാടുമ്പോൾ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആൾക്ക്. റെക്കോർഡിങ് അദ്ദേഹത്തിന് എത്രയോ സൂപ്പർ ഹിറ്റ്സ്, തില്ലാന പോലെ എല്ലാം. മുത്തു, പിന്നെ റഹ്മാൻ സാർ, KS രവികുമാർ സാറിൽ സുജിയുടെ പടയപ്പ ഉൾപ്പെടെ കുറെ സിനിമകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡയറക്ടർ തന്നെയാണ്. ഇതൊരു റിസ്കിയാണ് ഈ പാട്ട് പാടുന്നതിന്. ശരിക്കും ആ കറക്റ്റ് എക്സ്പ്രഷൻസ് ഓവറായി പോയാൽ ഭയങ്കര വളിപ്പുമായിരിക്കും ഒരു ഇത്. പക്ഷെ മോൾ ആ സംഗതി അതിൽ കൊച്ചു സംഗതികളാണ്, അതൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് വിടുക അല്ലേ, പെറുക്കെന്ന് ഇങ്ങനെ വിട്ടു. ഈ ഒരു അത് എന്തുകൊണ്ടാണ് ആ ഒരു കെയർലെസ്നെസ് വന്നത്? കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണോ? അല്ല. അവള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് അതുകൊണ്ടായിരിക്കും അത്രയും റേഞ്ചും ഇത് ഈ 2 വോയിസ് ഒക്കെ അത്രയും ഈസായിട്ട് പാടിപ്പോയത്. അതെ, പക്ഷെ തെറ്റ് വന്നപ്പോഴത്തേക്കും സഡനായിട്ട് ഒരു ചെറിയൊരു കൊട്ട് കിട്ടി. അതെ, ഇതുവരെ അവള് ഇങ്ങനെ പതറി കണ്ടിട്ടില്ല. എപ്പോഴും അങ്ങനെ ഒരു ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കുന്ന കുട്ടി. ഒന്ന് പതറിയിരുന്ന ആദ്യമായിട്ടാണ് കണ്ടത്. പക്ഷെ വേണ്ട, മോൾ പതറരുത്, മോൾക്ക് ചേരുന്നില്ല അത്. ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് മോൾ ഓവർ കോൺഫിഡൻസ് ആയാലും കുഴപ്പമില്ല, ബിക്കോസ് യു ആർ സച്ച് എ ഗുഡ് സിംഗർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ഭാവനക്കുട്ടി എന്തോ ചേച്ചി, എനിക്ക് തോന്നുന്നില്ല അവള് ഓവർ കോൺഫിഡൻ്റ് അല്ല തോന്നുന്നു. പക്ഷെ സൂപ്പറായി പാടിയിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല തറവായിട്ടുള്ള സ്റ്റൈലാണ് ഭാവനയ്ക്ക് ഇത്. ഈ രാഗം, ഇതിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് നല്ല കറക്റ്റായിട്ട് വന്നു. എന്റെ മുത്തൻ
നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറക്കുമല്ലേ ഇവർ ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ട് ഇവർ കുട്ടികളാണെന്നൊക്കെ. അയ്യോ ഇവിടെ ഇത്ര നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നീ തെറ്റ് ചെയ്തത് നിനക്കറിയാം, അത്രയും മതി, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇവിടെ വാ, എനിക്കൊരു ഉമ്മ തരണം ഇപ്പൊ തന്നെ. ഉമ്മ കൊടുക്കുന്ന ചടങ്ങാണ്. ഞാനൊരു ഹഗ് തരാം, വരും. ഞാൻ ആലോചിച്ചത് നമ്മൾ ആക്ച്വലി മറന്നുപോകും എന്നാണ്. ഇവർ ആക്ച്വലി ചെറിയ 10, 11, 12 വയസ്സുള്ള കുട്ടികളാണെന്നുള്ളത് മറന്നു. ഇവർ ഇത്രയും നന്നായിട്ട് പാടുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പൊ ഇവരെന്ന് ശരിക്കും പാട്ട് കേൾക്കുമ്പോഴാണ് ശരിക്കും ജൂനിയേഴ്സ് അല്ലാന്ന് തോന്നും. പക്ഷേ കമ്മിങ് ബാക്ക് ടു കമന്റ്സ് ആണ് നമ്മൾ ജൂനിയർ ആണല്ലോ. അതാണ് കാര്യം. നമ്മൾ പാട്ട് പാടുമ്പോ ആ പ്രൊഫഷണൽ ാണ്. പക്ഷെ വാവേ തകർത്തും. ഫ്രം ദ ഫസ്റ്റ് പാട്ട് തുടങ്ങിയ മുതൽ നീ അങ്ങോട്ട് തുടങ്ങി ചെയ്തു. രണ്ടുപേരും മിസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നീ കുറച്ച് ഡാൻസേഴ്സിനെയും ഡാൻസിലേക്കും നിന്റെ ശ്രദ്ധകൾ ഇങ്ങനെ പോകുന്നു. പിന്നെ ആകെ കൂടെ അവിടെ ഒരു വലിയൊരു നാടകം നടക്കുക, ആകെ കൂടെ ഒരു മൊത്തമൊന്നുമില്ല. അപ്പോൾ നിനക്ക് കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അതൊക്കെ എനിക്ക് തോന്നി, അതുകൊണ്ടായിരിക്കണം അത് മിസ്സായി തോന്നി. പക്ഷെ നിന്റെ സിംഗിങ്ങിനെ അത് വലിയതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതാണ് നമുക്കും ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും പതർച്ച പറ്റിയാലും പാട്ടിലോ ഉള്ള കാര്യങ്ങളോ ഒന്നും പതറരുത്. കാരണം ഇതിൽ അത്രയും ഒരു പെപ്പിയായിട്ട് പാടിയില്ലച്ചാൽ ഈ പാട്ടിൻ്റെ പഞ്ചായ പോയി. പക്ഷെ നീ ആ ചാമ് നിലനിർത്തിയിട്ട് ആ ഫുൾ പാട്ട് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് ഐ വാണ്ട് യു ടു ഡു മച്ച് ബെറ്റർ. ഇനി നന്നായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ നീ കൊണ്ടുവരണം. അതിനുള്ള നല്ല ടാലൻറ്റ് ഭാവനയ്ക്കുണ്ട്. ഓക്കെ താങ്ക് യു ചേട്ടാ. Thank you. മാർക്സ് ചോദിക്കാം, പക്ഷെ കറക്റ്റ് നോക്കണം. സന്തോഷം കൊണ്ടൊക്കെ കരച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? മാർക്ക് കിട്ടുമ്പോൾ വിഷമമായിട്ട് ഇപ്പൊ ചേച്ചിയുടെ കെട്ടി പിടിച്ചതിന്റെ ഒരു കിട്ടി തന്നെ കടിച്ചല്ലേ. അപ്പൊ സന്തോഷ കണ്ണീരായി മാറി ഇപ്പൊ. അത്രേ ഉള്ളൂ. ആണോടി? നമുക്ക് ഇനി മാർക്ക് കിടക്കാം. അല്ല പിന്നെ വരൂ, come on, let's start with the മാർക്ക്. marks. ദാ പിടിച്ചോ. Yes. 8.5. So Sujata ചേച്ചി, താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ, ആ 25.5 മാർക്സ് കിട്ടി. ഒറിജിനൽ പാടിയ സുജാ ചേച്ചിയുടെ ഉമ്മ കിട്ടി. ഇനി എന്തെങ്കിലും വേണോ? കിട്ടി ചേട്ടന്റെ. അതെ, അതെ, ഇനി എന്ത് വേണം? എന്തെങ്കിലും വേണോ? ഹാപ്പി അല്ലേ? ആ. നല്ലൊരു ചിരിച്ചിരിക്കുന്നോട്ടെ. അതാണ്. നീ കരയാൻ തുടങ്ങി എന്താ? നിനക്ക് വല്ല 6ഉം 7 ഒക്കെ കിട്ടുന്നു പേടിച്ച? അല്ല ഇതിൽ നന്നായിട്ട് പാടായിരുന്നു പാട്ടുന്നു. നീ പാട്ടൊക്കെ നന്നായിട്ട് പാടി. നീ 2-3 സ്ഥലത്ത് എടുക്കേണ്ട സ്ഥലം വിട്ടുപോയെന്നേ ഉള്ളൂ, അല്ലാണ്ട് പാട്ട് നന്നായിട്ട് തന്നെ പാടിയത്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി പറയണ്ട. ഓക്കെ, അത് കഴിഞ്ഞു. പാട്ട് അസ്ലായി പാടാ, അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കേ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ. നെക്സ്റ്റ് പെർഫോമൻസ് തകർക്കാം വീണ്ടും. ഓക്കെ, തകർക്കൂരൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും ഷാറുഖ് ഖാൻ ഫാൻസ് അല്ലേ? അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് നാണം വരും. देखा जो तुझे जानम हुआ है बुरा. ഇനി മേലാൽ ഇത്രയും പെൺപിള്ളേരോട് ഒരുമിച്ച് ഡാൻസ് ചെയ്തത്. ഓക്കെ, നീ ഇങ്ങനെ പറഞ്ഞ പിന്നെ ആര് സന്തോഷിക്കും? മതിമുഖി മധുമൊഴി പാടുക പാടുക നീ നീർമൊഴി. ആ രാഗഭാവം എന്ന് പറഞ്ഞത് മുഴുവനായിട്ടുണ്ടായിരുന്നു മോള് പാടിയത്. സോ ഒരു എന്താ പറയുക, ഗംഭീരമായ ഒരു കോമിക് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. യെസ്, അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ സമയമായി. അമൽ റോയ്. ഇതെന്താണിത്? അമൽ റോയ്. അങ്ങനെ ക്ലാസ് ഇവിടെ ഇതാണ് ഞങ്ങൾ ഗ്ലാസ് സമ്മതിക്കില്ല. രജത്. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. അല്ല, അത് ഇവിടെ ക്യൂ. എനിക്ക് വയ്യ. ഇപ്പോഴാണ് സംഭവം അത്. അതെ,
ഹലോ അതെ ഒന്നുമില്ല എന്ത് ഒന്നുമില്ല എന്തോ പറഞ്ഞു അതെ ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ റൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണ്ണടച്ച കുഴപ്പമുണ്ടോ? കാണാതിരിക്കാനും പറ്റുമോ? അങ്ങനൊന്നുമില്ല. അങ്ങനെ അങ്ങനെയല്ല. അപ്പൊ നോക്കാം. യെസ്, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ? ഇറ്റ്സ് മൈ ഹീറോ. ഇറ്റ്സ് മൈ ഹീറോ. So who's your hero? Yes, ആരാണ് യുവർ ഹീറോ? ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാന്റെ ഫാനാണോ? ശരിക്കും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാരൂഖ് ഖാനെ. ഞാൻ എല്ലാ മൂവീസും കാണാറുണ്ട്. ഷാരൂഖ് ഖാൻ ഡെഫിനറ്റ്ലി എന്താ പറയാ ദ ബിഗ്ഗസ്റ്റ് എന്താ പറയാ ബോളിവുഡ് ബാദ്ഷാ. ഷാരൂഖ് ഖാന്റെ ഒരുപാട് സിനിമകൾ പാട്ടുകൾ ഒക്കെ നമുക്കറിയാം, വളരെ ബൈഹാർട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ എന്നാലും ഇന്ന് മോടെ പാടാൻ പോകുന്നത് ഏത് പാട്ടാണ്? ബാസിഗർ എന്ന് പറഞ്ഞ ഫിലിമിലെ യേ കാലി കാലി എന്ന് പറഞ്ഞ പാട്ട്. ഓഹോ, അതിൽ ഈ കുറേ സിനിമ romantic- കുറെ റൊമാൻറ്റിക് സോങ്സ് മാത്രമല്ല അനു മലിക് സാറിന്റെ ഒരു ഗംഭീര കമ്പോസിഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ബാസിഗറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മളെങ്ങനെ എന്താ പറയാ ഞെട്ടിച്ച ഒരു സിനിമയാണ്. പക്ഷെ എന്തായാലും ഷാരൂഖ് ഖാനെ കുറിച്ച് പറയുമ്പോൾ അഞ്ജലി ഫാനാണെന്ന് പറഞ്ഞു. അഫ്കോഴ്സ് നമ്മളെല്ലാവരും ഫാനാണ്. നമുക്ക് കുട്ടികളോടും ചോദിക്കാം. കുട്ടികൾ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി ഫാൻസ് ആയിരിക്കും. ഉറപ്പല്ലേ? എല്ലാവരും ഷാരൂഖ് ഖാൻ ഫാൻസ് അല്ലേ? എന്താ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് നാണം വരും. അല്ല, ഞങ്ങൾ ചോദിച്ചത് വ്യക്തമായിട്ടില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ എല്ലാവരും ഷാരൂഖ് ഖാൻ ഫാൻസ് അല്ലേ എന്നാണ്. അല്ല, നിങ്ങൾ എല്ലാവരും അഞ്ജലി ചേച്ചിയുടെ ഫാൻസ് ആണ്. അതെന്താണെന്നറിയോ? അതൊരു ഉള്ളിൽ നിന്ന് വന്നാണ്. അഞ്ജലി ചേച്ചി അവിടെ ചെന്ന് പറഞ്ഞ് എല്ലാരോടും അഞ്ജലി ചേച്ചിയുടെ ഫാൻസ് എന്ന് പറയാൻ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അഞ്ജലി വെരി ബാഡ്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് വളരെ മോശമായി അപ്പൊ രജിത്തേട്ടന് ആരും ഇവിടെ ഫാൻസ് ഇല്ലെന്നാണോ പറയുന്നത്? ഓക്കെ, നമുക്ക് തിരിച്ച് കോമ്പറ്റീഷൻ ചെയ്യാം. ഞാനുണ്ട് ഫാനായിട്ട്, പേടിക്കണ്ട. ആരും ഇല്ലെങ്കിലും ഞാനുണ്ട്. ഞാൻ അറിയാതെ വീണ്ടും ഒരു ഷാരൂഖ് ഖാൻ ലെവലിലേക്ക്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. എന്തായാലും ഈ എന്താ പറയാ ഷാരൂഖ് ഖാന്റെ പാട്ട് അടിച്ച് പൊളിക്കൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ये काली काली आंखें, ए गोरे गोरे गाल, ए तीखी तीखी नजरें, ए हिरनी जैसे चाल, ये काली काली आंखें, ए गोरे गोरे गाल, ये तीखी तीखी नजरें, ए हिरनी जैसे चाल, देखा जो तुझे जानम हुआ है बुरा हाल, ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसे चाल. करेंगे तुझ में मरेंगे धक धक दिल ये करे. हाँ
जाने लगी ये तेरी पैरों की मुझको सताने लगी छोड़ो जी छोड़ो सनम जिद अपनी छोड़ो सनम नाजुक है दिल ये मेरा दिल को न तोड़ो सनम दिल को न तोड़ो सनम ये लंबी लंबी रातें आकर के मुलाकातें जाने क्यों दिल ये मेरा तेरा ही होना चाहे उसे मैं लाल ना कर ए गोरे गोरे गाल ए काली काली आंखें ए गोरे गोरे गाल ए तीखी तीखी नजरें ए हिरनी जैसी चाल अरे सनम लैला की है शौकियाँ हीर से भटके हैं आंखों के मस्तियाँ चेहरे पे तेरे सनम लैला की है शौकियाँ हीर से भटके हैं आंखों की मस्तियाँ जूलियट ही तरह होठों पे है शौकियाँ देख ले खुद को तू नजर से मेरी जाने जा देखी जो तेरी यादा मैं फिदा हो गया जीने से लग जा जरा जीने का आए मजा जीने का आए मजा ये बिखरी बिखरी सुल्फे ये चुकी चुकी पलके ये गोरे गोरे बाहें हम क्यों ना तुम्हें चाहे एहसासों हमें पहले देखा नहीं कमाल ये काली काली आंखें ये गोरे गोरे गाल ये तीखी तीखी नजरें ये हिरनी जैसी चाल നീ അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിന്റെ യൂഷ്വൽ സംസാരം നല്ലതല്ലാതെ നീ ഒരു അലമ്പ് നീ ഇതിലുണ്ടാക്കിയിട്ടില്ല നീ ഇങ്ങനെ പറഞ്ഞ പിന്നെ ആര് സന്തോഷിക്കും? അവരുടെ കുറ്റമൊന്നുമല്ല അല്ല അവരുടെ കുറ്റമല്ല പിന്നെ നിന്റെ കുറ്റം തന്നെയാണ്. ആരും പറഞ്ഞില്ല അവരുടെ ആണെന്ന്. ഹിമഗിരി നന്ദിനി ശിവഗരി ശങ്കരി പാടുക മാനിനി നീ. എക്സാമിന് നമ്മൾ നാളെ ഇന്ന് രാവിലെ 10 മണിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 6 മണിക്ക് എണീച്ചിരുന്ന് കുറേ ഇരുന്ന് നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ 10 മണിക്ക് എന്താ എഴുതാൻ പറ്റുമോ അത്രേ എഴുതുള്ളൂ. ഞാൻ ടൗണിലൊക്കെ നല്ല വിലസീതായിരുന്നു. ഞാനും
ടൗണിലൊക്കെ വിലസിയിട്ടുണ്ട്. തൃശ്ശൂരല്ലാന്നേ ഉള്ളോ? മയാമി. ഏത് മയാമി ടൗൺ? അമൽ ഷെയ്ഡ്സ് വെക്കോ? ഷെയ്ഡ്സ് വെക്കോ? ഗ്ലാസസ്? അതെ, നമ്മുടെ ഷാറൂഖ് ഖാനാണ് അമൽ റായ്. അമൽ വിഷമം ഉണ്ടായിരുന്നോ? ഡാൻസേഴ്സിന് എല്ലാവർക്കും പെയർ ഉണ്ടായിരുന്നു, കൂടെ ആരും കളിച്ചില്ലാന്ന്. എവിടെ എല്ലാവരും ഒരുമിച്ച് കളിച്ച് കണ്ടില്ലേ ലാസ്റ്റ്? അല്ല, ഒരു ലാസ്റ്റ് എല്ലാ ആ, ഗേൾസിന്റെ അതൊരു അടിപൊളിയായിരുന്നു. ഗേൾസ് ഫുൾ റൗണ്ട് ഒക്കെ ചെയ്ത് അത് എന്തായിരുന്നു? എന്തായാലും നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. സോ അടിപൊളി ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദി performance കമന്റ്സ്. സോ യെസ് സ്റ്റീഫൻ ചേട്ടാ. എന്താ ഗ്ലാസ് മാറ്റാറായില്ലേ മോനെ? ഞങ്ങളിപ്പോ പറഞ്ഞ് ഇടിയിപ്പിച്ചതാ. ഓ, ഇടിപ്പിച്ചതാണോ? അല്ല ഇനി മാറ്റില്ല അല്ലേ? ഇല്ല ഓ മാറ്റില്ല. മാറ്റൂല. ഈ പടം നിന്റെ ഹീറോ അല്ലേ? ആ ദ കിങ് ഖാൻ. ദ കിങ് ഖാൻ. ഓക്കെ, കിങ് ഖാൻ എത്ര വയസ്സുണ്ടായിരുന്നു ഈ പടം പാട്ട് ചെയ്യുമ്പോ? എന്നെ നോക്കണ്ട, അവിടേക്കെല്ലാം നോക്കിക്കോ. എത്ര 22 ഒക്കെ വയസ്സായി? ഉണ്ടാവും അല്ലേ? വെരി യങ്, 22 23 ഓൾമോസ്റ്റ് ടീനേജ് കഴിഞ്ഞ് 2-3 വർഷം ആ time കഴിഞ്ഞു. ആയിട്ടുള്ളൂ. നല്ല പീക്ക് ഹിസ് ലുക്കിലും അഭിനയത്തിലൊക്കെ നല്ല തകർപ്പൻ ലുക്കിൽ വന്ന നെഗറ്റീവ്. ഇതിലല്ലേ ചേച്ചി ആ പാട്ട് ബാസിഗരോ, അതായത് ഏതൊരു ട്രെയിനിൽ പെർഫോം ചെയ്യുന്ന ആൾ നോക്കുകയാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന ഒരു വായിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിൽ പാട്ടായിരുന്നു. ഞാൻ കുറേ അത് കുറെ കേട്ടിട്ട് ട്രെയിനിൽ പോകുമ്പോൾ. അപ്പോൾ ഈ പാട്ടും നല്ല ഹിറ്റായിരുന്നു, ഭയങ്കര പടവും എല്ലാം ഹിറ്റായിരുന്നു. ഭീകര ഹിറ്റായിരുന്നു. നെഗറ്റീവായിട്ടും നമ്മൾ കാണുന്ന ഒരു സംഭവമാണല്ലോ. സോ പാട്ടും ഒക്കെ നീ നല്ലതായിട്ട് ഈ പാട്ടിന് എത്രയും ചെയ്യാൻ പറ്റുമോ അത് നീ നന്നായി ചെയ്തു. അതിൻ്റെ കൊറിയോഗ്രാഫി, പാട്ട് ഒക്കെ നീ നന്നായി ചെയ്തോടാ. പക്ഷേ ഇങ്ങനൊരു ഇതിന് ഇങ്ങനത്തെ ഒരു പാട്ട് കുറച്ച് ഒന്നുമില്ല അതിൽ പാടാൻ, അത്രേ ഉള്ളൂ. പക്ഷെ നീ ഇത് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ അതിൻ്റെ മാക്സിമം ചെയ്തു. ഒരു ബാറ് പോയതല്ലാതെ വേറെ അതിന് തികഞ്ഞ പ്രശ്നങ്ങളൊന്നും നീ ചെയ്തിട്ടില്ല. നീ അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിൻ്റെ യൂഷ്വൽ സംസാരം നല്ലതല്ലാതെ നീ ഒരു അലമ്പും നീ ഇതിലുണ്ടാക്കിയിട്ടില്ല. നല്ല നിനക്ക് ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കണ മാതിരിയാ അല്ലേ? ആ റാപ്പൊക്കെ ഒഴികെ. പിന്നെ കോറസ് ഒന്ന് എണീച്ച് കൈ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എത്ര ഫസ്റ്റ് കോറസ് എന്താ കാണിച്ച്? ഒന്നാമത് അവർക്ക് പിച്ച് കിട്ടുന്നുണ്ടാവില്ല അല്ലേ? ഒന്നും കേട്ടില്ല. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ വെറുതെ വിട്ടിരിക്കണു. അതൊക്കെ കിട്ടിയാലും ഇപ്പൊ ഭയങ്കരമായിരുന്നു തന്നെ. നിന്റെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ ടീമല്ലേ? നിനക്ക് ഇതിന്റെ പണി തന്നാണെന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ല ഇവിടെ അമലാണല്ലോ നമ്മുടെ സാധാരണ നമ്മുടെ ക്ലാസിക് സ്റ്റെപ്പ്, അമൽ റോയ് സ്റ്റെപ്പ്, പുതിയ സ്റ്റെപ്സ് ഒക്കെ ഇറക്കാറുണ്ട്. വീഴുന്ന സ്റ്റെപ്പ്. അത് വീണില്ലടാ. അതെന്ത് പറ്റി? ഷൂ മാറ്റി വന്നു. ഷൂ വേറെ നല്ല ഷൂ ആ. അല്ല, അന്ന് വീണ ഷൂ ആണ്. ഷൂ അതല്ലേണോ? ഒന്നും കൂടി വീണാലോ എന്ന് വെച്ചിട്ടുണ്ടെന്നാണ്. വന്നില്ലടാ, നിന്റെ മെയിൻ സാധനം ട്രേഡ് മാർക്ക് സ്റ്റെപ്പ് വീണില്ലല്ലോടെ. അത് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കളിച്ചത്. കൺട്രോൾ ചെയ്ത് വെച്ചോണ്ടാണ്. എന്തായാലും യു ഡൺ എ ഗുഡ് ജോബ് ഫോർ ദിസ് സോങ്. പക്ഷേ സോങ്ങിൻ്റെ അത്രയും ഒരു സെലക്ഷൻ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയുള്ളൂ. ഇപ്പോൾ ഒരു പോയിന്റിൽ ഈ റൗണ്ടൊക്കെ കയറുമ്പോൾ നീ നല്ല മുറുക്കി പിടിച്ച പാട്ടുകളായിട്ടൊക്കെ അങ്ങനെ വരണം. ഇങ്ങനെ സിംഗിങ് ആയിട്ടുള്ള സംഭവങ്ങളോ. ഇത് പകുതി ജോലി കോറസ് കൊണ്ടുപോയി, ബാക്കിയുള്ള ജോലി ഡാൻസേഴ്സ് കൊണ്ടുപോയി, പിന്നെ ഇത്തിരി നീ പാടി തീർത്തു. പക്ഷെ നീ പാടി നന്നായിട്ട് പാടി കേട്ടോ. ഉള്ളത് നീ നന്നായിട്ട് പാടിയില്ലേ, അതിൽ നീ സന്തോഷിക്കടാ. നീ ഇങ്ങനെ പറഞ്ഞ പിന്നെ ആര് സന്തോഷിക്കും? കോറസ് കൊണ്ടുപോയി, ഡാൻസർ കൊണ്ടുപോയി, ആകെ കുറച്ചുണ്ടായിരുന്നു. അല്ല, ആ പാട്ടിൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞത്. പാടിയത് നന്നായിട്ട് അവനെന്ത് പാടി. വിഷമിച്ചിരിക്കും പാവം. നീ ഇനി വെറുതെ അവനെയും കൂടെ കരപ്പിക്കണ്ട. നീ എന്താ കണ്ണടിച്ച് കാണിച്ചെന്നെ? വെറുതെ ഒരു രസം. വെറുതെ ഒരു രസത്തിന് ഞാൻ കണ്ണടിച്ച് കാണിക്കാൻ ഞാൻ ആരടാ? ഒന്നുമില്ല. നീ കണ്ണടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു നീ പാടിയതിൽ. യു ഡിഡ് എ ഗുഡ് ജോബ്. ഓക്കെ മിസ്റ്റർ അമൽ റോയ്, നീ ആരാ? അമൽ റോയ്. അതാണ്, അത് മറക്കരുത്. ഇനി മേലാൽ ഇത്രയും പെൺപിള്ളേരോട് ഒരുമിച്ച് ഡാൻസ് ചെയ്തത്. ഓക്കെ, സ്ലിപ്പിംഗ് സ്റ്റെപ്പ് ഒക്കെ മാറ്റി വേവ്സിലൊക്കെ എത്തി. അതെ, വേവൊക്കെ എത്തി. ഭയങ്കര ബോഡിയൊക്കെ ഇങ്ങനെ പോണെന്നുണ്ട്. എങ്ങനെയാടേ? ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അയ്യേ, ചിരിക്കുന്ന ട്രെയിനിങ് ആയിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ, അടിച്ചു പൊളിച്ചു, നന്നായിരുന്നു. പക്ഷേ സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു അഭിപ്രായം, ഈ പാട്ട് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പാടി തകർക്കാൻ പറ്റിയ ഒരു പാട്ടൊന്നുമല്ല. ഇറ്റ്സ് ഭയങ്കര പോപ്പുലർ സോങ് ആയിരുന്നു, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഇഫക്റ്റ് അത്രേ ഉള്ളൂ. അനെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അമൽ റോയ്,
ഇവർ രണ്ടുപേരും പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. മോൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ എന്തുകൊണ്ടാ ഏർലി ആയിട്ട് എടുത്ത് പാടിയോ? എന്താ ശരിക്കും പറ്റിയേ? അതല്ല, അവിടെ വേറൊന്നും ഉണ്ടായിരുന്നു. വേറെ ലിറിക്സ് സെറ്റ് ഉണ്ട്, അത് വിട്ടുപോയി അല്ലേ? പെട്ടെന്ന് ഇതൊക്കെ കൂടി വന്നപ്പോ ഒരു ഇതായി പോയി. പിന്നെ അവരുടെ ഒരു ലിങ്ക് കഴിഞ്ഞിട്ട് എടുത്ത് പാടി അല്ലേ? അല്ല, അവിടെ ശരിക്കും ആ വരി ഉണ്ടായിരുന്നു ഒരു. അത് അപ്പൊ മ്യൂസിക് ഒക്കെ പെട്ടെന്ന് എടുത്തു പോയപ്പോ ഒരു കൺഫ്യൂഷനായി പോയി. ഓക്കെ. അവരുടെ കുറ്റമൊന്നുമല്ല. അല്ല, അവരുടെ കുറ്റമല്ല, പിന്നെ കുറ്റം തന്നെയാണ്. ആരും പറഞ്ഞില്ല അവരുടെ ആണെന്ന്. അവനൊരു ത്യാഗി. പറഞ്ഞ പോലെ പാട്ട് കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റീവ് ഒരു പാട്ട് എടുക്കാൻ. ഇത് കൊള്ളാം. ഇത് ഷാറൂഖ് ഖാൻ സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്ത് അത് കാണുമ്പോഴൊക്കെ കൊള്ളാം. നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്തു. പക്ഷെ ഇനിയും ഒരു മ്യൂസിക്കലി കുറച്ചും കൂടെ ഒരു രസമുള്ള ഒരു പാട്ട് എടുക്കായിരുന്നു. നിന്റെ ഹീറോ ഷാറൂഖ് ഖാന്റെ പാട്ടുകൾ എടുത്ത് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ എന്തോരം പാട്ടുകളാ. ദിൽസയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം പാട്ട് നിനക്ക് പാടാം. തകർത്താടാൻ പറ്റുന്ന പാട്ടുകളുണ്ട് നിന്റെ ഹീറോന്റെ. പാട്ടുകൾക്ക് കുറവൊന്നുമില്ല കേട്ടോ. സോ നമുക്കിനി മാർക്സ് അറിയാം. യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വിജയ് ചേട്ടാ, കം ഓൺ, മാർക്സ് തുടങ്ങാം. Thank you. Thank you, ചേട്ടാ. സുജാത ചേച്ചി. Thank you, ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 25. നല്ല മാർക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പെർഫോമൻസിൽ കുറച്ചും കൂടി കോമ്പറ്റീഷൻ ഓറിയന്റഡ് ആയിട്ട് വരാം. അതെ, വേറൊരു അടിപൊളി പാട്ടുമായിട്ട്. ഓക്കെ, ഷെയ്ഡ്സ് ഒക്കെ വെച്ച് ബാക്ക് ടു സീറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. We have our next contestant on stage, Sri Lakshmi. Sri Lakshmi. Sri Lakshmi. Sri Lakshmiയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളൊക്കെ ഒരേ നാട്ടുകാരാണ്. നമ്മൾ മൂന്നുപേരും ഒരേ നാട്ടുകാരാണ്. അത് മറ്റേ എന്താ പറയാ, ശ്രീലക്ഷ്മി നമ്മുടെ അന്നത്തെ ഒരു ശോഭന വീഡിയോ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതെനിക്ക് ഒന്നുകൂടി ഞാൻ പറയാം. ശ്രീലക്ഷ്മി നല്ല പേട്ടായിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ തൃശ്ശൂരാണെന്നുള്ളത് അല്ലേ? അപ്പൊ റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? സെമി ക്ലാസിക്കൽ റൗണ്ട്. സെമി ക്ലാസിക്കൽ റൗണ്ട്. ശ്രീലക്ഷ്മി അല്ലെങ്കിലും കുറച്ച് ഇങ്ങനത്തെ എന്താ പറയാ ടഫ് സോങ്സ് ഒക്കെ പാടാൻ വളരെ കേപ്പബിൾ ആണ്, നമുക്കറിയാം. നോക്കട്ടെ, ഏതാണ് ഇപ്പോഴത്തെ പാട്ട്, ഇന്നത്തെ പാട്ട്? നഗരവധു എന്ന ഫിലിമിലെ പൂന്തേൻ നേർമൊഴി. എം ജയചന്ദ്രൻ സാറിന്റെ സിനിമയാണ്. സോ കുറച്ച് ഒരു എന്താ പറയാ ലേറ്റ് 90s സോങ് ആണ് അല്ലേ? അപ്പോൾ എന്തായാലും അധികം ആൾക്കാർ കേട്ടിട്ടില്ലാത്തൊരു സോങ് കൂടിയാ തോന്നുന്നുണ്ട്. അപ്പോൾ റെഡി അല്ലേ? തകർക്കണ്ടേ? അപ്പോൾ ശരി, നിങ്ങൾ സെമി ക്ലാസിക്കലൊക്കെ ഒന്ന് എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓഡിയൻസിന് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ രാഗഭാവം എന്ന് പറഞ്ഞത് മുഴുവനായിട്ടുണ്ടായിരുന്നു മോള് പാടിയതിൽ. ഞാൻ ടൗണിലൊക്കെ നല്ല വിലസിയതായിരുന്നു. ഞാനും ടൗണിലൊക്കെ വിലസിയിട്ടുണ്ട്. തൃശ്ശൂരല്ലാന്നേ ഉള്ളൂ, മയാമി. ഏത് മയാമി ടൗൺ. സെക്കൻഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ നിറപറ, മലയാളത്തിന്റെ മഹാരുചി. ഫോർത്ത് പ്രൈസ് സ്പോൺസർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ നഗരവധു എന്ന സിനിമയിലെ പൂന്തേ നേർമൊഴി എന്ന നല്ല പാട്ടുമായി ശ്രീലക്ഷ്മി. ഓൾ ദി ബെസ്റ്റ്.
പൂന്തേ നീർമൊഴി പൂന്തേ നീർമൊഴി മതിമുഖി മധുമൊഴി പാടുക പാടുക നീ പൂന്തേ നീർമൊഴി ഹിമഗിരി നന്ദിനി ശിവകരി ശങ്കരി പാടുക മാനിനി നീ പൂന്തേ നീർമൊഴി രിഗനീത സനിത മകരി നീത മകരി ഗമനിത മകരി രിഗനിത മസനിത മകരി നിത മകരി നീത ഗരി നീത സാ പൂത്തിരുവാതിര നാളിൽ മംഗളരാവിൽ തൻ പ്രിയനേ ധ്യാനിച്ചു നീ ഹിമകണമുതിരും യാമിനി നിൻ സഖിയായി നീലാകാശത്തൊരു മുകിൽ കണ്ടു നീ അതിൽ ജട കണ്ടു നീരദമണിയും വെൺമതി കണ്ടു നീ ശിവനെ കണ്ടു പൂന്തേ നീർമൊഴി നീർമൊഴി മൊഴി ഗരി നിത മകരി നിത മകരി നീ സ മകരി ത മക സ നിത മകരി ആർദ്ര മനോഹര രാവിൽ നീല നിലാവിൽ തൻ പ്രിയനേ മോഹിച്ചു നീ പാർവണ ചന്ദ്രിക നീർമുത്തണിയുകയായി മേലെ വാനത്തൊരു തുടി കേട്ടു നീ അതിൽ ശ്രുതി കേട്ടു മംഗള നടന താളം കേട്ടു നീ പ്രണവം കേട്ടു പൂന്തേ നീർമൊഴി മതിമുഖി മധുമൊഴി പാടുക പാടുക നീ ഹിമഗിരി നന്ദിനി ശിവകരി ശങ്കരി പാടുക മാനിനി നീ പൂന്തേ നീർമൊഴി നീർമൊഴി മൊഴി ശ്രീലക്ഷ്മിയെ എന്താ ഏയ് അസലായിട്ട് പാടിട്ടോ എനിക്ക് ചേച്ചി അങ്ങനെ നല്ല അങ്ങനെ രസം സംസാരിക്കരുത് ശ്രീലക്ഷ്മി നമ്മൾ അങ്ങനെ സംസാരിക്കരുത് പെട്ടിയായിട്ട് ആ പുള്ളി പെട്ടായിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കില്ലേ നമ്മുടെ തൃശ്ശൂര് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ അടുത്ത് തുടങ്ങിയാലോ എന്തിട്ടായാലും കുഴപ്പമില്ല സ്റ്റീഫൻ കേടിയെടുത്ത് ചോദിക്കാം എന്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്തിട്ടാണെങ്കിലും കുഴപ്പമില്ല നമ്മളെ ഞങ്ങൾ പെട്ടെന്ന് സോറി തൃശ്ശൂർ ടൗണിലേക്ക് പോവാം തൃശ്ശൂർക്കാരൊക്കെ കണ്ടുപിട്ടിയപ്പോ ഞാൻ ടൗണിലൊക്കെ നല്ല വിലസീതായിരുന്നു. അതെ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഞാനും ടൗണിലൊക്കെ വിലസിയിട്ടുണ്ട്. തൃശ്ശൂരല്ലാന്നേ ഉള്ളോ? മയാമി. ഏത് മയാമി ടൗൺ? അയ്യോ സായിപ്പാണേ. Sorry, after 9th I went to USA. You are the USA. yes കാരണം after 9 How many kilometers from Miami Beach? From Miami to Washington, Kottayam. DC. Kilometers and kilometers. Kilometers and kilometers. ആഫ്റ്റർ 9th പോവാൻ കാരണം നാട്ടിൽ നിൽക്കാൻ സമ്മതിച്ചില്ല, പ്രശ്നങ്ങളായിരുന്നു ആകെ, അതാണ്.
അടുത്ത സ്ക്രിപ്റ്റ് തുടങ്ങി. അപ്പോൾ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ശ്രീലക്ഷ്മി. നീ പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ ഒരു വാള ഇറക്കിയത് എനിക്കറിയാം, അതുകൊണ്ടാണ്. ശ്രീലക്ഷ്മി, ചേട്ടാ നല്ല മാജിക്കൽ മൊമെന്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സോ അതാദ്യം എനിക്ക് പറയണം. നല്ല നിന്റെ ടാലന്റ് ഈസ് അമേസിങ്. ഓക്കെ, അത് നന്നായിട്ട് ഉണ്ട്. ആ ഒരു മാജിക്കൽ ഒരു നല്ല വാവ് എന്ന് പറയുന്ന സംഭവങ്ങൾ 2-3 പ്രാവശ്യം വന്നു. പക്ഷെ നിനക്കൊരു 7-8 പ്രാവശ്യം വരുത്തായിരുന്നു അത് എനിക്ക് തോന്നുന്നത് നിൻ്റെ കോൺസെൻട്രേഷനോ ഫോക്കസ് മാറിയതുകൊണ്ടായിരിക്കാം ഇത് തോന്നുന്നു. അല്ലെങ്കിൽ നിൻ്റെ കഴിവിൻ്റെ ആ ലെവല് നീ പാടിയിട്ടില്ല. വാട്ട് എവർ യു ഹാവ് എന്നുള്ളതിൻ്റെ ആ ഫുൾനെസ്സിലേക്ക് വന്നിട്ടില്ല. മേ ബി യുനോ അത് ഓരോ സമയത്ത്. പക്ഷേ യു ഗേവ് ലോട്ട് ഓഫ് മാജിക്കൽ മൊമെൻറ്റ്സ് ഇൻ ദറ്റ് സോങ്. കാരണം ആ കോമ്പോസിഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ജയേട്ടന് അത് ദാറ്റ് ഈസ് ഹിസ് ജോൺറെ. അത് അദ്ദേഹത്തിൻ്റെ സോളിഡ് ആർട്സ് ക്ലാസിക്കൽ ബേസ്ഡുള്ളതും പിന്നെ ഒബ്വിയസ്ലി ചിത്ര ചേച്ചി പാടിയതും യുനോ ആ ഒരു എഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ദ ഹോൾ സോങ് ഗോട്ട് എ മാജിക്. അപ്പോൾ അതിൽ നീ കുറേ എല്ലാം പ്രൂവ് ചെയ്തു. യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ് ആൻഡ് അത് നന്നായിട്ടും വന്നിട്ടുണ്ട്. ആ പാടിയ സ്ഥലങ്ങളിലൊക്കെ ചില നുവാൻസൻസ് ഒക്കെ നല്ല സൂപ്പറായി വന്നു. ചിലതൊക്കെ വരും എന്നുള്ള രീതിയിൽ വരും, പക്ഷെ അത് പുഷ് ചെയ്ത് വന്നില്ല. പക്ഷേ യു ട്രൈഡ് യുവർ ബെസ്റ്റ് ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ എടുത്തിട്ട് ഞെട്ടി വരാം. ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീലക്ഷ്മി ഇങ്ങനെ വേറൊരു തലത്തിലേക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടുപോവാണ്. സോ ദാറ്റ് ഈസ് എ ഗുഡ് ട്രൈ. ആ ലെവലിലൊക്കെ ഒന്ന് പോയി ഇനി വേറൊരു നല്ല സിമ്പിൾ സോങ്സ് എടുത്തിട്ട് പോവാം. പിന്നെ ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ജോൺറയിലൊക്കെ ഓരോ പാട്ടൊക്കെ എടുത്തിട്ട് നീ വരണം. ഓക്കെ, സൂപ്പർ. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. ശ്രീലക്ഷ്മി ചേട്ടാ കുറേ പ്രാക്ടീസ് ചെയ്ത് അതിലൊക്കെ പാടി തീർത്തതെല്ലാം ഞാൻ കൂടുതലും പ്രാക്ടീസ് വേണ്ട എന്നുള്ളതല്ല, പക്ഷെ കൂടുതലും പെർഫോമൻസിൽ നമ്മൾ എന്താണ് അതിലേക്ക് വരണം എന്ന് വിജയൻ ചേട്ടൻ പ്രാക്ടീസ് ചെയ്യാറേ ഇല്ല, ഒട്ടും ചെയ്യാറില്ല. പ്രാക്ടീസ് വേണം. ഞാൻ പറഞ്ഞാൽ ഈ പെർഫോമൻസിന് തൊട്ട് മുമ്പ് വരെ ഇപ്പോൾ നമ്മൾ ഈ എക്സാം പഠിക്കുന്ന പോലെയാണ്. എക്സാമിന് നമ്മൾ ഇന്ന് രാവിലെ 10 മണിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 6 മണിക്ക് എണീച്ചിരുന്ന് കുറേ ഇരുന്ന് നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ 10 മണിക്ക് എന്താ എഴുതാൻ പറ്റുമോ അത്രേ എഴുതുള്ളൂ നമ്മൾ. അപ്പം അതുപോലെയാണ് നമ്മൾ ഈ തൊട്ട് പെർഫോമൻസിന് മുമ്പ് നമ്മൾ കുറേ ഇരുന്ന് നമ്മൾ മോണിറ്റർ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് ഓൾറെഡി കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞു, അത് കയറി കഴിഞ്ഞു. അത് ഈ ഒരു 2 മിനിറ്റ്സിൽ പിന്നെ ഒരു 2-3 പ്രാവശ്യം പാടി നോക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ബെറ്ററോ അല്ലെങ്കിൽ വേഴ്സോ ആവാൻ അങ്ങനെയൊന്നുമല്ല. ഇറ്റ് വിൽ ബി ദെയർ ഒരു സർട്ടൺ ലെവൽ. സോ ലീവ് ഇറ്റ് ഫോർ ദ ടേക്ക് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബട്ട് യു ഡിഡ് ഗുഡ്. ഐ മീൻ ദിസ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് സോങ് ആൻഡ് ജേട്ടൻ്റെ ഒരു അമേസിങ് കമ്പോസിഷൻ. സോ യു ഡിഡ് റിയലി ഗുഡ് ഫോർ ദാറ്റ്. ചില സ്ഥലത്ത് യു മിസ്ഡ് ഔട്ട്. ഐ തിങ്ക് അത് എല്ലാ പ്രാവശ്യവും ചില സ്ഥലത്ത് സ്ലിപ്പായപ്പോൾ നീ തന്നെ ചിരിക്കുന്നുണ്ട്, അത് കാണാം. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എവിടെ തട്ടാൻ പോണത്. അതിന്റെ മുഖത്ത് അത് കറക്റ്റായിട്ട് വരികയും ചെയ്തു. ആൻഡ് ദ ഫാക്ട് ദാറ്റ് അത് അനദർ തിങ് ടു അപ്രീഷിയേറ്റ് അബൌട്ട് ഹെർ ഓൾസോ, ദാറ്റ് അത് സ്ലിപ്പായി എനിക്കത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പാടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് യു ആർ സ്റ്റിൽ പെർഫോമിംഗ് എന്നുള്ളത് ഇസ് കമൻഡബിൾ. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, നീ അത് മനസ്സിൽ വെച്ചേക്ക്, അത് ആൾക്കാരെ കാണിക്കണ്ട. കാരണം ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, അപ്പം ഞാനൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്കത് അധികം തോന്നില്ല അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന്. പക്ഷെ നിന്റെ മുഖത്ത് വരുമ്പോഴാണ് അയ്യേ എന്നുള്ളത് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് അതാണ്. അല്ല, ബട്ട് യു ആർ എൻജോയിങ് ഇറ്റ്. ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ അത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മിസ് ചെയ്തില്ലെങ്കിലും നല്ലത് ഇങ്ങനെ വീഴുമ്പോഴും യു ആർ എൻജോയിങ് ഇറ്റ്. സോ ദാറ്റ്സ് ഗുഡ്, അത് വേണം. സോ ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. മോളെ എനിക്ക് വലിയ ഇഷ്ടമായി. ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ രാഗഭാവം എന്ന് പറഞ്ഞത് മുഴുവനായിട്ടുണ്ടായിരുന്നു മോള് പാടിയതിൽ. സംഗതികൾ സ്ലിപ്പ് ചെയ്തു, ഡെഫിനറ്റ്ലി കുറേ സ്ഥലത്ത് സ്ലിപ്പ് ചെയ്തു. വിജു പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ വെറുതെ കുറേ പാടിക്കൊണ്ടിരുന്നത് ശരിയാട്ടോ. അത് നമ്മുടെ ആ സമയത്ത് ഇതെൻ്റെ അടുത്ത് SPB ബാലു സാർ ഒറാശ്, ഞാൻ അധികം ബാലു സാറിൻ്റെ കൂടെ റെക്കോർഡിങ്ങിന് പാടിയിട്ടില്ല, 1-2 പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, എനിക്ക് പാടിക്കൊണ്ടേയിരിക്കും ഒരു ലൈൻ. അപ്പം ബാലു സാർ സ്റ്റോപ്പ്, ജസ്റ്റ് സിങ് ഫോർ ദ ടേക്ക്, ഇവിടെ ആലോചിച്ചാൽ മതി ആ പാട്ട്, വോയിസ് കളയല്ലേ, ആ ടേക്കിൽ പാടിയാൽ മതി എന്ന് പറയും. പക്ഷെ അത്രയും കോൺസെൻട്രേഷൻ വേണം. എനിക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും ആ സമയത്ത്. ആ 100% കൊടുക്കണം എന്നാണ് പറയണേ. അപ്പോൾ ആ ടേക്കിന് മുമ്പേ ജസ്റ്റ് ഡോണ്ട് ഓവർ സിങ്. അല്ലാത്ത സമയത്ത് വീട്ടിലിരിക്കുമ്പോഴൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്തോളൂ.
എന്നാലേ ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ. എന്ത് രസമായിട്ടാ മോള് പാടിയേ, അസലായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സോ നമുക്കിനി മാർക്സ് അറിയാം. യെസ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. 8.5. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ? 8.5. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ? 8.5. So 25.5. ഓക്കെ, ഹാപ്പി അല്ലേ? ഒരാളോട് ഹാപ്പിയാണോ ചോദിച്ചോടെ. അമ്മ ഹാപ്പി അല്ലേ? ഓക്കെ, അമ്മ ഹാപ്പിയാണ്, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ എന്താ കാരണം അറിയോ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവിയിൽ അമ്മ അങ്ങനെ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് അമ്മയോട് സ്പെഷ്യലായി ചോദിക്കാൻ കാരണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നല്ലൊരു പെർഫോമൻസുമായി വീണ്ടും വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. താങ്ക് യു ചേച്ചി. പക്ഷേ പറ്റില്ല. ഒരു മിനിറ്റ്. ബിക്കോസ് കൊള്ളാം, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അതെ, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. എന്താ ചിരിക്കണേ? എന്താ ഞങ്ങൾ വിടാത്തതുകൊണ്ടാ? ടോപ്പ് സ്കോർ. ഓ, എല്ലാം കറക്റ്റ്. അങ്ങനെ നീ മാത്രം അത് അടിച്ചോണ്ട് പോണ്ട. പക്ഷെ അതിന്റെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട്. One more. ഭാവന. Yes. ഭാവനക്കുട്ടി. So Bhavana and Sri Lakshmi with 25.5 marks. ഇന്നത്തെ ടോപ്പ് സ്കോറേഴ്സ് ആണ്. ഭാവന സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഫ്രീസ്. ശ്രീലക്ഷ്മി ജോയിൻ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, അബൌട്ട് ടേൺ. കം. ദാസേട്ടൻ ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരാഗ്രഹമായി, എനിക്ക് ലൈവ് കേൾക്കണം എന്ന് ഒരാഗ്രഹം. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞങ്ങളും ഈ പാട്ട് കേട്ടിട്ടില്ല. മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ. എത്ര സ്റ്റേജിൽ പാടി എത്ര പ്രൊഫഷണൽ സിംഗർ ആയാലും ഇത് പാടാൻ ഒന്ന് പേടിക്കും. ഇന്നു നീ എൻ്റെ വീട് വെച്ച വണ്ടി കേറണം, ലണ്ടനിൽ ചുറ്റണം, പട്ടുതട്ടമിട്ടുലാത്തണം. അയ്യോ എന്റെ ചക്കര, എനിക്ക് വയ്യ. എന്തൊരു രസമായിരുന്നു. हवाएं झूमती है तन को मेरे झूमती है छोड़ के शर्म वरम झूम ये जिया. അസാധ്യ സിംഗറിനെ കേരളത്തിന് കിട്ടാൻ പോവാണ്. ഏതൻ തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മെനിയിൽ ഏഴാം സ്വർഗം തേടി ഇന്ന് വന്നതാണ് ഞാൻ. റീനൻ, and that's what called come back. Sujata Sarees. Designed by Style Sarees. Spencer Junction, Palayam, Trivandrum.